ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഹിസ് എക്സലൻസി ഡോക്ടർ യോഹന്നാൻ മാർ തെവറോസ്, അഭിവന്യ തിരുമേനി കുര്യാക്കോസ് മാർ ക്ലെമീസ്, വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന മെത്രാപ്പൊലീത്തമാർ, വൈദിക ശ്രേഷ്ഠർ, ഈ സമ്മേളനത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ മേരി മാത്യു ടീച്ചർ, മറ്റ് സ്റ്റേജിലും ആയിട്ട് ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠരായ മഹൽ വ്യക്തികളെ, പ്രിയം നിറഞ്ഞ മർത്തമറിയ സമാജത്തിൻ്റെ പ്രതിനിധികളെ, മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ വെൽക്കം സ്പീച്ച് പറഞ്ഞ ആൾ പറഞ്ഞു, പകരക്കാരിയായി വന്ന ആളാണ് ഞാൻ. സത്യമായിട്ടും അത് ശരിയാണ്. ശ്രീമതി ലീഡ ജേക്കബ് ഏറ്റെടുത്തിരുന്ന ദൗത്യമാണ് ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം ഞാൻ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തു. കാരണം എൻ്റെ ഏറ്റവും ആത്മ സുഹൃത്തായ മേരി മാത്യു ടീച്ചർ, ഞങ്ങൾ വളരെ വർഷക്കാലം ഒന്നിച്ച് ജോലി ചെയ്തു, ഒന്നിച്ച് സുഖസന്തോഷങ്ങൾ പങ്കിട്ടു. അങ്ങനെയുള്ള ഒരു ടീച്ചർ എന്നോട് ആവശ്യപ്പെടുകയാണ്, ടീച്ചറെ ഞാനൊരു പ്രതിസന്ധിയിലാണ്, ഞാൻ ഏൽപ്പിച്ചിരുന്ന ആളിന് പെട്ടെന്ന് അസുഖമായി, അതുകൊണ്ട് ടീച്ചറൊന്ന് വന്ന് സഹായിക്കണം. ഏതായാലും ഇത് ഓണാവധി ആയതുകൊണ്ട് യാതൊരു കുഴപ്പവും വന്നില്ല, ടീച്ചറിനെ സങ്കടപ്പെടുത്തിയില്ല. ഇത്രയും വലിയ ഒരു സമ്മേളനത്തിന് എനിക്ക് എത്താൻ കഴിഞ്ഞത് ഈശ്വര നിയോഗം മാത്രമാണ്. ഇത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാലമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സ്ത്രീകൾ ശക്തരായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകൾ വളരെയേറെ വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ്. കാരണം വിവിധ തരത്തിലുള്ള പീഡനങ്ങൾക്ക്, അതുപോലെ തന്നെ നമ്മളുടെ ചൂഷണങ്ങൾക്ക് ഇന്ന് സ്ത്രീകൾ അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുഖ്യ പങ്കും പുരുഷന്മാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അധികവും സ്ത്രീകൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതുപോലെയുള്ള മീറ്റിങ്ങുകളിൽ സമാജങ്ങളിൽ നമ്മൾ പരസ്പരം നമ്മുടെ ദുഃഖങ്ങൾ പങ്കിടുമ്പോൾ, എപ്പോഴും നമ്മൾ സന്തോഷമല്ല, ദുഃഖങ്ങൾ പങ്കിടുമ്പോൾ നമുക്ക് നമ്മുടെ പരിസരത്തുള്ള ആളുകളുടെ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾ ഒന്നിച്ച് ഇതുപോലെ ഒരു സമ്മേളനത്തിലൊക്കെ ഒത്തുചേരുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ അസൂയ കാണാതെ, അവരെ കുറ്റം പറയാതെ, നമ്മുടെ കുറവുകൾ എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചർച്ചകളിലൂടെ, അതുപോലെ തന്നെ നല്ല നല്ല സംസാരങ്ങളിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. നമ്മുടെ ബഹുമാനപ്പെട്ട തിരുമേനി പറഞ്ഞു, ഒരു കുടുംബം നന്നാക്കാനും മോശമാക്കാനും ഒരേ ഒരാൾക്കാണ് ഏറ്റവും കൂടുതൽ സാധിക്കുന്നത്, അത് ആ വീട്ടമ്മയാണ്. ഒരു വീട്ടമ്മ നന്നായാൽ ആ കുടുംബം നന്നാകും, ആ കുടുംബത്തിലെ കുട്ടികൾ നന്നാകും, അവർ പുറത്തിറങ്ങുമ്പോൾ സമൂഹം നന്നാകും. അവരെ മാതൃകയാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഏത് പ്രദേശമാണെങ്കിലും എന്തെല്ലാം ദുർഘട ഘട്ടങ്ങൾ ഉണ്ടെങ്കിലും അവയെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് നമുക്ക് ഉറപ്പായി വെക്കാം. അതായത് ഇപ്പോൾ വനിതാ സംഘടനകളൊക്കെ വളരെ മുന്നോട്ട് വരുന്നുണ്ട്. അത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സ്ത്രീകൾക്ക് പൊതുവേദികളിലും എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ. ബസേലിയസ് കോളേജിൽ നിന്നും റിട്ടയർ ചെയ്തിട്ട് എനിക്ക് വിശ്രമിക്കാൻ സമയം കിട്ടിയില്ല. ഉടനെ തന്നെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിട്ടും ഒക്കെ കൂടുതൽ ഇടപെടാനായിട്ട് സാധിച്ചു. അതൊക്കെ നമുക്ക് ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുന്ന എന്തിനാണോ ആ കാര്യത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക. ആ ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പിലും ഞാൻ അവതരിപ്പിക്കുകയാണ്.
സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ അയൽവാസികൾ അവർ മുഖേന നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ അടുത്തുള്ള വീടുകളിൽ എന്തെങ്കിലും പ്രത്യേക ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആ പ്രദേശത്തെ വനിതകൾ ഒന്നിച്ചാൽ നമ്മുടെ ഭർത്താക്കന്മാർ ഒരു കാരണവശാലും അതിനെ എതിർക്കുകയില്ല. അവർക്കും ഒരു നല്ല മാതൃകയാകും. ഇപ്പം കുടിച്ച് മദ്യപിച്ച് വരുന്ന ഒരു ഭർത്താവ്, അവരെ നന്നാക്കിയെടുക്കാൻ ഒരു നല്ല സ്ത്രീ ശ്രമിച്ചാൽ സാധിക്കും. കാരണം അവർ മദ്യപിച്ച് കുടിച്ച് ലക്കില്ലാതെ വരുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ വളരെ ഗൗരവമായിട്ട് അനാവശ്യം പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടാതെ സാവധാനം അവരെ നല്ല സ്നേഹത്തോടെ വീട്ടിലേക്ക് വരുത്തി അവരെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ചിലപ്പോൾ ഇങ്ങോട്ട് എതിർ അഭിപ്രായമായിരിക്കും എങ്കിൽ പോലും പലതവണ നമ്മളത് ചെയ്യുമ്പോൾ ആ പുരുഷൻ നമ്മുടെ കീഴിൽ വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവിടെ ഭരണമല്ല, സ്നേഹമാണ് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പം ഈ വനിതാ സമാജത്തിൻ്റെ ഈ കോൺഫറൻസിൽ വലിയ വലിയ സന്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് കൊച്ചു കുട്ടികൾ മുതൽ 80 വയസ്സ് വരെയൊക്കെ ഉള്ള പ്രായമായ സ്ത്രീകൾ ഇന്ന് പീഡിക്കപ്പെടുന്നു. അതിന് ഒക്കെ നമ്മൾ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ, അതിനെ നമ്മൾ എതിർത്താൽ നമുക്ക് ഇതൊക്കെ ഒരു പരിധി വരെ മുഴുവനായിട്ടും തീർന്നില്ലെങ്കിൽ പോലും ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ചില അമ്മമാർ തൻ്റെ മക്കളെ പോലും ഒരുക്കി നിർത്തി അവർ അന്തസ്സില്ലാത്ത ജോലിക്ക് അവരെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പം നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കും ഞങ്ങളാരും അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിക്കുമായിരിക്കും. പക്ഷേ സാഹചര്യം അങ്ങനെയാണ് കാണുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം. അങ്ങനെ നമുക്ക് നല്ല കാര്യങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ കുട്ടികൾ നമ്മുടെ എല്ലാമാണ്, നമ്മുടെ ജീവൻ്റെ ഭാഗമാണ്. അവരെ ഒരിക്കലും നമ്മൾ വൃത്തികെട്ട വേഷത്തിലോ അല്ലെങ്കിൽ വൃത്തികെട്ട കാര്യങ്ങൾക്കോ ആയിട്ട് ഒരിക്കലും നമ്മൾ പറഞ്ഞു വിടരുത്. ഏറ്റവും അത്യാവശ്യമുള്ള ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുള്ള കുടുംബത്തിൽ ഒരു കാരണവശാലും ഒരു മക്കളും മോശമായി പോകുന്നില്ല എന്ന് നമ്മുടെ ജീവിത അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സന്ധ്യാപ്രാർത്ഥനകളിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പിതാക്കന്മാരായിട്ടുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ട്. അവയെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ സമൂഹം ഒരിക്കലും മോശമായി തീരുകയില്ല. അതുപോലെ തന്നെ പ്രാർത്ഥന നിർഭരമായ ജീവിതം അതെപ്പോഴും നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ദൈവം നമുക്ക് സാധിച്ചു തരും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രാർത്ഥനയിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതുപോലെ തന്നെ കാലോചിതമായ പ്രവർത്തനങ്ങൾ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ 3 കാര്യങ്ങൾക്ക് കൂടെ വില കൽപ്പിക്കണം. 1 സ്ത്രീ ശാക്തീകരണം, 2 സാമ്പത്തിക ശാക്തീകരണം, 3 സാമൂഹ്യ ശാക്തീകരണം. സാമ്പത്തിക ശാക്തീകരണത്തിൽ ഒരു വീട്ടിലെ ആണുങ്ങൾ മാത്രമല്ല പ്രവർത്തിക്കേണ്ടത്, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ സ്ത്രീകൾക്ക് സാധിക്കും. അവയുമായിട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറ്റുവാൻ സാധിക്കും. അപ്പോൾ അനാവശ്യമായ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളിവിടെയുണ്ട്, സഹോദരിമാരുണ്ട്. നിങ്ങളിൽ ഒരു സഹോദരിയായിട്ട് എന്നെ കാണുക. ഈ വലിയ സമ്മേളനത്തിന് നിങ്ങളോടൊപ്പം അല്പം സമയം ചെലവഴിക്കാൻ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ 3 ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.